ഞാനൊരു 4 പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട്. 3 പ്രാവശ്യം ഫസ്റ്റ് കിട്ടി. 4-ൽ 3 ഫസ്റ്റ് അടിച്ച ആളാണ് അല്ലേ? മെയിൻ നമുക്ക് വർക്ക് വന്നേക്കണ ഈ കൊട്ടാരം ചെയ്യാനാണ്. ഇതിനാണ് നമുക്ക് കൂടുതൽ സമയം വേണ്ടി വന്നത്. ശരിയാണ്, ഇതിനാണ് വർക്ക് കൂടുതൽ. മറ്റേ നിസ്സാര സമയം കൊണ്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. ജസ്റ്റ് ഒരു താങ്ങ് മാത്രമേ ഉള്ളൂ, ഇരിക്കാൻ പറ്റില്ല. അതെന്തായാലും പറ്റില്ല. സപ്പോർട്ട് കാല് ഫ്രീ ആക്കാം. ഇടയ്ക്കൊന്ന് കാല് ഫ്രീ ആക്കാം. അതെ അതെ. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് ഇപ്പോൾ തൃപ്പൂണിത്തുറയിലാണ്. അത്തച്ചമയമാണ് വിശേഷം. അത്തച്ചമയ ഘോഷയാത്ര കൊച്ചി രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. 49-ൽ തിരുക്കൊച്ചി ലയനം നടന്നതോടുകൂടി അത് നിർത്തലാക്കപ്പെടുകയും 61-ൽ ഇത് സംസ്ഥാന സർക്കാർ വീണ്ടും ആരംഭിക്കുകയും ചെയ്തു. എല്ലാ വർഷവും മലയാളിയുടെ ഓണാഘോഷങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ആഘോഷമായി, ഉത്സവമായി മാറിയിരിക്കുകയാണ് അത്തച്ചമയ ഘോഷയാത്ര. പക്ഷേ ഇത്തവണ അതിൽ ഒരു ഞെട്ടിക്കൽ ഫ്ലോട്ടുണ്ടായിരുന്നു. പാഞ്ചാലി വസ്ത്രാക്ഷേപം. ഈ പാഞ്ചാലി വസ്ത്രാക്ഷേപം മുമ്പും കണ്ടിട്ടുണ്ടെങ്കിലും ശൂന്യതയിൽ ആകാശത്തിൽ നിൽക്കുന്ന ഒരു ശ്രീകൃഷ്ണനാണ് ശ്രദ്ധാകേന്ദ്രമായത്. ചരിത്രപ്രസിദ്ധമായ ഈ അത്തച്ചമയ ഘോഷയാത്രയെ ഇത്തവണ ശ്രദ്ധേയമാക്കിയ അല്ലെങ്കിൽ ഞെട്ടിച്ച എന്ന് പറയാവുന്നത് നമ്മൾ പറഞ്ഞ പാഞ്ചാലി വസ്ത്രാക്ഷേപമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് എന്നോടൊപ്പം ഇവിടെ ഉള്ളത്. അതിൻ്റെ ആർക്കിടെക്റ്റുണ്ട്, കൃഷ്ണനുണ്ട്, ധൃതരാഷ്ട്രനുണ്ട്. എങ്ങനെയാണ് ഈ സംഭവം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഐഡിയ വന്നത്, എങ്ങനെയാണത് ഇംപ്ലിമെന്റ് ചെയ്തത്? ഇതാണ് നമുക്ക് ഇവരോട് ചോദിച്ചറിയാവുന്നത്. പേര് ദിനേശൻ. ഈ എന്താണ് ഈ വെൽഡിംഗ് മേഖലയിൽ ഞാനൊരു 30 വർഷത്തോളമായി, അതായത് 1998 മുതൽ വെള്ളി മേഖലയിൽ ജോലി ചെയ്യുന്നതാണ്. ഓക്കെ, 28 വർഷമായി. 28 വർഷമായി. ഓക്കെ. ഈ മുമ്പും ഇതുപോലുള്ള ഈ പരിപാടിക്ക് പങ്കെടുക്കാറുണ്ട്? 2 പ്രാവശ്യത്തിന് മുമ്പ് 2 പ്രാവശ്യം പങ്കെടുത്ത് 2 പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയതാണ്. അപ്പൊ ഈ അത്തച്ചമയ ഘോഷയാത്ര എന്ന് കേവലം ഒരു ഘോഷയാത്ര, അതിലൂടെ ധാരാളം മത്സരങ്ങളുണ്ട്. പൂക്കള മത്സരം ഉണ്ട്, ചെണ്ട, പരേഡ്, അങ്ങനെയുള്ള എല്ലാ മത്സരങ്ങളും, ഫ്ലോട്ടിന്റെ മത്സരം ഉണ്ടാവുന്നു അല്ലേ? അപ്പം പൊതുവിൽ നമുക്കറിയാവുന്ന ഒരു ഘോഷയാത്ര എന്നാണ്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ മത്സരമാണ്. ഇന്നലെ ട്രോഫി കൊടുത്ത് 500 ട്രോഫിയാണ് കൊടുത്തത്. അത്രയും പാർട്ടിസിപ്പൻസും പ്രോഗ്രാംസും ഉണ്ട്. അതുകൂടി നമുക്ക് നാട്ടുകാർ അറിയേണ്ടതുണ്ട്. പൊതുവിൽ ഘോഷയാത്ര എന്നാണ് നമ്മൾ അറിയുന്ന പോലും. മത്സരം എന്നുള്ള കാര്യത്തിലേക്ക് പൊതുവിൽ അധികം അറിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളിപ്പോ 3 പ്രാവശ്യം മത്സരത്തിൽ ജയിച്ചു എന്നാണ് പറയുന്നത്. ഞാനൊരു 4 പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട്. 3 പ്രാവശ്യം ഫസ്റ്റ് കിട്ടി. 4-ൽ 3 ഫസ്റ്റ് അടിച്ച ആളാണ് അല്ലേ? അപ്പോൾ ഇതൊരു വാശിയായി മാറിയിട്ടുണ്ട്. അതെ അല്ലേ? കാരണം വാശിയുണ്ട്. പക്ഷെ നമുക്ക് ഇതിന് ചെലവ് നോക്കുമ്പോൾ, കാരണം തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ആദ്യമൊക്കെ നമുക്ക് പൈസ ഒന്നും തരുന്നിരുന്നില്ല. പ്രൈസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു 500 രൂപ എമൗണ്ട്. പിന്നീടാണ് അത് ഈ പ്രാവശ്യം 20,000 രൂപ തന്നു തുടങ്ങിയത്. 20,000 രൂപ ഫസ്റ്റ് പ്രൈസിന് അല്ലല്ല, ഫസ്റ്റ് പ്രൈസ് 20,000 തരും. 20,000 ഇതിന്റെ വർക്കിന് വേണ്ടിയിട്ട് ലോറിയും കാര്യങ്ങളും വാടക എടുക്കണമല്ലോ. അപ്പൊ അതിനുവേണ്ടി 20,000 രൂപ തന്ന. അപ്പൊ അത്രയും നമുക്ക് അവിടെ കിട്ടുന്നുള്ളു. 20,000 രൂപ വീതം ഈ പങ്കെടുക്കുന്ന എല്ലാവർക്കും 29 ടാബിൾ ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞു കേട്ടത്. ഓക്കെ, അവർക്കെല്ലാം 20 വെച്ച് കൊടുക്കും. പ്രൈസ് പക്ഷേ 25 ഉള്ളു. സെക്കൻഡ് ഉണ്ട്, തേർഡും ഉണ്ട്. നമ്മൾ ഈ പ്രൈസ് മണി കൂട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് കൂടുതൽ ആൾക്കാരെ ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത്ര പൈസ നമുക്ക് മുടക്കിയിട്ട് ഫസ്റ്റ് മേടിക്കുക എന്നുള്ള ഒരു ആഗ്രഹം മൂലം ഈ 50,000 രൂപ കിട്ടുമെങ്കിൽ അത്രയും കൂടി ഇതല്ലേ? തീർച്ചയായും. അപ്പൊ ആവേശം കുറയുന്നില്ല. ആവശ്യം കുറയുന്നില്ല. ഓക്കെ, ഇത്തവണ അപ്പൊ എത്ര രൂപ ചെലവായി ഈ അത്ഭുത കാഴ്ച? ഇതിപ്പോ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് കുറെ സാധനങ്ങൾ എടുത്ത് കൂടാണ്ട് 1.5 ലക്ഷം രൂപ നമ്മുടെ ചെലവായി മൊത്തത്തില്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2 അടുത്തു. കാരണം ഇവിടുന്ന് എടുത്തോണ്ടല്ലേ ഈ ഇതൊക്കെ നമ്മൾ ചെയ്ത വർക്കിന്റെ ബാലൻസ് ഇതാണ് നമ്മൾ ഇതൊക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ മാത്രമല്ല നിങ്ങളുടെ പിന്നെ ഈ ലേബർ ചാർജ് ഉണ്ടല്ലോ, എഫർട്ടാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. എന്തായാലും കണ്ടവരെല്ലാം ഞെട്ടി. നമ്മൾ വിചാരിച്ചത് എങ്ങനെയാണ് ഈ സാധനം ഇങ്ങനെ ആകാശം നിൽക്കുന്നത്. ശരിക്കും ഞാനത് വിഷ്വലിലാണ്, നേരിട്ട് കാണുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചതിന്റെ കാലിന്റെ അടിയിലൊരു പ്ലാറ്റ്ഫോം പ്രതീക്ഷിച്ചു, നോക്കുമ്പോ അതൊന്നുമില്ല. പക്ഷെ പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് പോകുന്നത്? കാരണം ആ കൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, വേറെ സംഭവമൊന്നുമില്ല അല്ലേ? പക്ഷെ അതിന്റെ ഒരു സ്കേർട്ടൺ എങ്ങനെ ഉണ്ടാക്കി, അത് എങ്ങനെ അതിനകത്ത് ഫിക്സ് ചെയ്തു, ഇതൊക്കെ ഒരു അത്ഭുതമായിരുന്നു. ഇത് ഒരു ഐഡിയ എപ്പോ കിട്ടി? നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിച്ച് വസ്ത്രാക്ഷേപം വേണമെന്ന് എന്താണ് തോന്നിയത്?
അല്ല വസ്ത്രാക്ഷേപം വേണമെന്ന് തോന്നാം, പക്ഷെ അതിനകത്ത് ഇങ്ങനൊരു തോന്നാൻ ഒരു 5-8 കൊല്ലം മുമ്പ് ഈ വസ്ത്രാക്ഷേപം ചെയ്യണോ ടീം എൻ്റെ അടുത്ത് വന്നു. അപ്പൊ അവർക്ക് അധികം പൈസയൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വണ്ടിയുടെ ആംഗ്ലറിലെ ആളെ നിർത്തിയിട്ട് താഴത്തേക്ക് സാരി കൊടുത്തു. അത് റിസ്ക് ഒന്നുമില്ല, വണ്ടിയുടെ ആംഗ്ലറിലാണ് കൃഷ്ണൻ. അപ്പൊ ഞാൻ അന്ന് ചിന്തിച്ചു ഇത് കൃഷ്ണനെ അങ്ങനെ ഇപ്പുറത്തേക്കാക്കാം, പുറത്താക്കാം ഹൈലൈറ്റ്. അന്ന് 5-8 വർഷം മുമ്പ് ഞാൻ അത് ചെയ്തപ്പോ ഒന്ന് ചിന്തയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോ ഒരു 3 വർഷമൊക്കെ മുമ്പ് എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്ന്. പക്ഷെ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്ന് അപ്പൊ നമ്മളത് ചെയ്തു. അതല്ല ശൂന്യതയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ ടെക്നോളജിയെ ഭയങ്കരമായി വിശ്വസിച്ച് ഇല്ലേ താഴെ പോവില്ല അല്ലേ? പേടിച്ചായിരുന്നോ? പേടിയില്ല, കാരണം എന്താ ടെക്നോളജി കൃത്യമായിട്ട് വെൽഡ് ചെയ്യുന്നൊരു ഉറപ്പുണ്ടായിട്ടില്ലേ? നമ്മള് ഇപ്പൊ ഇവന് 60 കിലോ ഉണ്ടെങ്കിൽ നമ്മളൊരു 150 കിലോ അതിൽ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടാണ് 60 കിലോ കയറ്റുന്നത്. ഇത്ര മണിക്കൂർ ഉണ്ടായിരുന്നു? 3-4 മണിക്കൂർ ഉണ്ടായിരുന്നു അല്ലേ? ഇവര് 9 മണിക്ക് ഇതിൽ കയറണം, കാരണം ആൾക്കാർ വരുന്നതിന് മുമ്പ് ഇത് കവർ ചെയ്യണം. മാത്രമല്ല ഫിക്സ് ചെയ്യണം. മാത്രമല്ല ആളിനെ കയറ്റി നിർത്തിയിട്ടില്ല ഈ തുണി എടുക്കാൻ പറ്റും. അതെ അല്ലെ? അത് വ്യക്തമാണെങ്കിൽ നമുക്ക് ഈ സ്കൾട്ടന്റെ അടുത്ത് നിന്ന് സംസാരിച്ചല്ലേ ശരിക്കും ഇതിന്റെ മെയിൻ നമുക്ക് വർക്ക് വന്നേക്കണ ഈ കൊട്ടാരം ചെയ്യാനാണ്. ഇതിനാണ് നമുക്ക് കൂടുതൽ സമയം വേണ്ടി വന്നത്. ശരിയാണ്, ഇതിനാണ് വർക്ക് കൂടുതൽ. മറ്റേ നിസ്സാര സമയം കൊണ്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. ഒരു ടെക്നീഷ്യൻ അത് നിസ്സാരമാണ്, കാണുന്നവർക്ക് അത്ഭുതമാണ്. പക്ഷേ വർക്ക് ലോഡ് ഇവിടെയാണ് കൂടുതൽ. ഇത് അതുള്ള കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം അതിന്റെ അകത്തൊക്കെ ആ ഗ്രൂസ് ആ ഡിസൈൻ ഒക്കെ അത് ഗംഭീരമായിട്ടുണ്ട്. ഒരുപാട് സമയമായിട്ടുണ്ടാവും. അല്ലേ? തെർമോകോൾ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ. അത് ഞാൻ ഇവിടെ നോക്കി, ഇതിങ്ങനെ തെർമോകോളാണ്. പെയിന്റിങ് വലിയൊരു ടാസ്ക് ആയിരുന്നു. 2 പ്രാവശ്യം പെയിന്റ് ഒക്കെ അടിച്ചിട്ടാണ് ഈ ഒരു തെർമോകോളാണ്. അതെ, കൃത്യമായിട്ട് പെയിന്റ് പിടിക്കണമെന്നില്ല. ഇല്ല, എടുത്തോണ്ട് പോകുമ്പോ അത് തട്ടിയാൽ അത്രയും ഭാഗത്ത് പെയിന്റ് പോയി. ഇതൊന്നും ഇല്ലാതെ വേണം ഇത് ലോറിയിൽ കൊണ്ട് ഫിക്സ് ചെയ്യാൻ അല്ലേ? നമുക്ക് ആ സ്കർട്ടൻ എടുത്തോണ്ട് മറിക്കാം. ഓക്കെ, ഇത് അതിന്റെ ഫ്രണ്ടിലെ ഇതായിരുന്നു. കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലെ കവാടം. അപ്പോ ഇതാണ് ആ സംഭവം. അതെ അല്ലേ? ഇത് അതിനകത്തോട്ട് സാരി ഇങ്ങനെ ഇതവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഇതുണ്ടായിരുന്നില്ല. ഇതിപ്പോ ഞങ്ങള് അവിടെ സപ്പോർട്ട് ചെറിയ ബിൽഡിംഗിലേ ഉള്ളൂ. അപ്പൊ ആൾക്കാരൊക്കെ കയറ്റാൻ വേണ്ടിട്ട് സപ്പോർട്ട് കൊടുക്കും. ഇതുണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പററി ഇത് അത്ഭുത ഇത് ഇല്ലാത്താണല്ലോ ഇതിന്റെ അല്ലെ? എവിടെയും നമുക്ക് ഒരു താങ്ങ് കൊടുക്കാതെ. അതെ, അപ്പൊ ഇതിലാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാല് ഇവിടെയാണ് നിഖിൽ ഇരിക്കുന്നത്. നമ്മള് കാലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. താങ്ങിയും നിൽക്കാവുന്നല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഫുൾ വെയിറ്റ് ഇവിടെ കൊടുത്ത് പിന്നെ അത്രയും നേരം നിൽക്കേണ്ടി അല്ലേ? ജസ്റ്റ് താങ്ങ് മാത്രമേ ഉള്ളൂ, ഇരിക്കാൻ പറ്റില്ല. അതെന്തായാലും പറ്റില്ല. സപ്പോർട്ട് കാല് ഫ്രീ ആക്കാം. കാല് ഫ്രീ ആക്കാം. അതെ. നിഖിലിന്റെ എക്സ്പീരിയൻസ് എന്താ അതിനകത്ത്? നല്ല എക്സ്പീരിയൻസ് ആണല്ലേ? എന്ത് പറയുന്നത്? അത് ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. കാരണം ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ നിൽക്കുന്നു, നമ്മൾ അതിന്റെ ഒരു എനർജിയിലാണ് അല്ലേ? അതുകൊണ്ട് ഒരിക്കലും ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. ഇറങ്ങിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം എന്താ പറയുക, ഈ മുട്ട് ഇവിടെ വരും. ഇനി ഈ സാധനം ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് അല്ലേ? എക്സ്പീരിയൻസ് പറഞ്ഞോ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്താ പറയാ, ഫസ്റ്റ് അടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്ന് നോക്കി. അത് പിന്നെ അവിടെ പോയി കാണുമ്പോ തന്നെ അറിയാലോ ഫസ്റ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് ഏകദേശം. നമ്മൾ വേറെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അല്ല, പൊതുവിൽ നിങ്ങളുടെ ചാരന്മാരുണ്ട്, അവര് നോക്കുമ്പോ അറിയാലോ. പോയിക്കോ ധൈര്യമായിട്ട് എന്നൊരു അവസ്ഥ വരില്ലേ? പാഞ്ചാലിയിലായിരുന്നു, വേറെ എനിക്ക് നോക്കാൻ പറ്റില്ല, തിരിയാൻ പറ്റില്ല. പാഞ്ചാലി വർക്കിന് പോയി. കുറെ ആൾക്കാർ, ഞങ്ങൾ 16 പേരാണ് ഫ്ലോറിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, എല്ലാവരും വർക്കിനും കാര്യങ്ങളൊക്കെ പോയ കാരണം നമ്മളിവിടെ എത്താത്തത്. ഓക്കെ. ധൃതരാഷ്ട്രക്ക് നോക്കിയിരിക്കുന്ന പണിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര സമാധാനമുണ്ട്. മാത്രമല്ല ഇരിക്കുകയും ചെയ്യാം. കുഷിനെ കിട്ടാൻ സുഖമായിട്ടിരുന്ന് ഈ പരിപാടി മുഴുവൻ കാണാം. എന്നിട്ട് നിഖിലിന്റെ ബുദ്ധിമുട്ടാ കണ്ട് ചിരിക്കാം അല്ലേ? പാഞ്ചാലി ഇങ്ങനെ നിൽക്കണ്ടേ ഫുൾ ടൈം? പാഞ്ചാലി തൊഴുത് നിൽക്കണം. മാത്രമല്ല വണ്ടിയൊക്കെ പോകുമ്പോ ഇങ്ങനെ പാഞ്ചാലിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പാഞ്ചാലിക്ക് സപ്പോർട്ട്, കാരണം പാഞ്ചാലി ഇങ്ങനെ തൊഴുത് നിൽക്കുമ്പോൾ വേറെ കാലിൽ വണ്ടി അതാണ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ. കാരണം അങ്ങോട്ടും ഇപ്പോഴും പിടിക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം ഇതിൽ കയറ്റി ആളെ ഇതിനെ കയറ്റി സാധാരണ ഡ്രസ് കയറ്റി ഇരുത്തുന്നു. എന്നിട്ട് ഡ്രസ് ഇതിന്റെ ഉള്ളിൽ കൂടി ഇടുന്നു. അത് ഓൾറെഡി അങ്ങനെ തയ്ച്ചു വെച്ചേക്കാണ്. ഓക്കെ. അതിന്റെ ഉള്ളിൽ ഇട്ട് പിന്നെ ബെൽറ്റ് ഉണ്ട് ഇവിടെ. ബെൽറ്റ് വരും. പിന്നെ ഇതിന്റെ മേളില് ആദ്യം ഡ്രസ് അകത്തിട്ട് പിന്നെ സെയിം കളർ ഡ്രസ് ഇതിന്റെ പുറത്തുകൂടി കവർ ചെയ്ത്, ഷാളുണ്ട്, പിന്നെ മാലകളുണ്ട്. അപ്പൊ എല്ലാം കൂടി കവർ ചെയ്ത്. അപ്പോൾ ഇത്തവണത്തെ അത്തച്ചമയ ഘോഷയാത്രയ്ക്കും ഓണാഘോഷങ്ങൾക്കും കണ്ടവരും കാണാത്തവരും ഇനി കാണാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള ഒരു ചർച്ച ചെയ്ത ഒരു പാഞ്ചാലി വസ്ത്രാക്ഷേപം അണിയിച്ചൊരുക്കിയ സുഹൃത്തുക്കൾക്ക് ഓണാശംസകൾ നേരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. തൽക്കാലം ബൈ.